ഹായ്, ജേസൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞൊരു സംഭവമാണ്. ബാമൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, സ്ത്രീകൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. ഒരിക്കലും അങ്ങനെയല്ല ആൾ പറഞ്ഞിട്ടുള്ളത്. ആൾ ഉദ്ദേശിച്ചത് വേറെ രീതിയിലായിരുന്നു. സ്ത്രീധനം കൊടുത്തിട്ട് സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കും. എന്താണ് ആ പറഞ്ഞത് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാതെ ആ ഒരു പ്രശ്നമാണ് അവിടെ ഞാൻ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഞാനും ഇത് പറയണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഒരു തലവേദന ആയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലി ഇഷ്യൂസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമുക്ക് എന്തിനും ട്രെയിനിങ് ഉണ്ട്, എന്തിനും നമ്മളതിനുള്ള ക്വാളിഫിക്കേഷൻ നേടുന്നുണ്ട് അല്ലേ. ഏതൊരു കാര്യം ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, എന്ത് ആണെന്നുണ്ടെങ്കിലും അതിനെന്തുണ്ട്, നമുക്ക് അതിൻ്റേതായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. ഒരു മാരേജിൽ കൂടി എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു തലമുറ, അടുത്തൊരു ജനറേഷൻ, അതാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മളിൽ പല ആൾക്കാർക്കും അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇല്ല. എന്താണ് ഒരു വിവാഹം, എന്താണ് ഒരു പാർട്ട്ണർ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ശരിയായിട്ടുള്ളൊരു ധാരണയോ ശരിയായിട്ടുള്ള കാഴ്ചപ്പാടോ പല ആൾക്കാർക്കും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ, മനസ്സിലാക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഒരു കുടുംബ പ്രശ്നങ്ങളെ ഏറ്റവും വലിയൊരു കാരണം എന്നുള്ളതാണ്. കുടുംബ പ്രശ്നങ്ങളെ കാരണങ്ങൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് പറയാതെ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ആ ഒരു കൺസെപ്റ്റാണ്. ഒരു മരുമകൾ എന്താണ്, ഒരു കല്യാണം കഴിച്ച ഒരു സ്ത്രീനെ എന്തിനാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളിടത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും കാര്യമല്ല, പക്ഷെ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ കുട്ടി ആ വീട്ടിൽ ജോലി ചെയ്യാനുള്ളതാണ് എന്നുള്ളതാണ്. ആ വീട്ടിൽ പെൺകുട്ടി ഉണ്ടാവും, പക്ഷെ ആ പെൺകുട്ടി ചെയ്യാത്ത കാര്യങ്ങൾ ഈ പെൺകുട്ടി ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ കൂടുതൽ അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണത്. എല്ലാവരുടെ കുടുംബത്തിലും നടക്കുന്ന കാര്യം തന്നെയാണത്. പക്ഷെ ഒരു മരുമകളെ സംബന്ധിച്ചിടത്തോളം, ആ കുട്ടി കല്യാണം കഴിച്ച് പിറ്റേന്ന് തന്നെ എല്ലാവരും ചോദിക്കും, എങ്ങനെയാണ് അടുക്കളയിൽ, എങ്ങനെയാണ് ജോലി ചെയ്യുന്നുണ്ടോ, നേരത്തെ എണീച്ചിട്ടുണ്ടോ, ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പല കേസുകളും പല കാര്യങ്ങളും ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ, നമ്മളടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പം അമ്മായിമ്മയും മരുമകളും എല്ലാവരും സംസാരിക്കും, ഭാര്യയും ഭർത്താവും, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വാപ്പയും പെങ്ങന്മാരും ഒക്കെ നമ്മളടുത്ത് സംസാരിക്കും. അപ്പോൾ ഓരോരുത്തരൊരു ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇവരൊരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ ഇവരൊരു മെൻറ്റാലിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല ആളുകളും പല രീതിയിലാണ്. ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം നമുക്ക് തന്നെ എന്താ പറയുക, ഞാൻ തന്നെ തരിച്ചു നിന്ന് പോയിട്ടുണ്ട് ചില അമ്മായിമ്മമാർ പറയുന്നത് കേൾക്കുമ്പോൾ. മരുമക്കളും ഉണ്ട്, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കുമ്പം തരിച്ചു നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ ചില ഭർത്താക്കന്മാരുടെ കൺസെപ്റ്റും അങ്ങനെ തന്നെയാണ്. അത് നമ്മളെ വീട്ടിൽ ജോലിക്ക് കൊണ്ടുവന്ന ഒരാൾ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂലി കൊടുക്കാതെ ഒരു വേലക്കാരത്തി എന്നുള്ളതാണ് സങ്കല്പം. ഞാൻ ഒരു മരുമകളാവുമ്പം വീട്ടിലെല്ലാ ജോലികളും ചെയ്യും, ഭർത്താവിൻ്റെ കാര്യങ്ങളും നടക്കും, എന്നാലും ആൾക്കൊരു ശമ്പളമോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്തും സഹിച്ച് അവിടെ നിൽക്കും എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ കുറേ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പെൺകുട്ടികൾ കുറേ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവരടുത്തും തെറ്റുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ഒരു തെറ്റായ ധാരണകളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ അടുത്ത് വന്നൊരു കേസ്, എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി, ആ കുട്ടിക്ക് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാവർക്കും ആരോഗ്യം ഒരുപോലെ പടച്ചവൻ കൊടുത്തോളണം എന്നില്ലല്ലോ. അപ്പം ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവരുടെ
അവരുടേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും. ഇവളെ ഭർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൾക്ക് സുഖമില്ലാതെ അവൾ രാവിലെ എണീക്കാൻ ലേറ്റായി. അപ്പം അവളൊരു ഉളുപ്പില്ലാതെ എൻ്റെ ഉമ്മ ഉണ്ടാക്കി വെച്ച് തിന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എന്താ പറയേണ്ടത് ഇവനൊക്കെ എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. കാരണം നിങ്ങളെ ഉമ്മ സുഖമില്ലാതെ അവിടെ കിടക്കുമ്പം എത്രയോ ദിവസങ്ങളിൽ ഇവളാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അത് പ്രശ്നമില്ല. പ്രശ്നം എന്താണ്, ഇവള് ഉമ്മ ഉണ്ടാക്കിയത് തിന്നു എന്നുള്ളതാണ്. അപ്പം ഇവൾ ആരാണ്? അതാണ് ചിന്തിക്കേണ്ടത്. ഈ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഈ മരുമകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മൾ മരുമക്കളെ നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ പോലെ തന്നെ വിചാരിക്കുക. അല്ലാതെ നമ്മളെ വീട്ടിൽ ജോലിക്ക് കൊണ്ടുവന്ന ആളല്ല. ആ കൺസെപ്റ്റ് മാറ്റുക. അവിടെ ഒരു വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അവിടെ പുതിയൊരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്ത് അവരെ സെപ്പറേറ്റ് ആക്കിയിട്ട് അവർ ജീവിക്കട്ടെ. അതല്ലാതെ അവരെ പിന്നാലെ കൂടിയിട്ട് മക്കളെ നമ്മൾ വളർത്തി വലുതാക്കുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഞാൻ നിന്നെ വളർത്തിയതല്ലേ, എന്നെ വലുതാക്കിയതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പിന്നാലെ പോയിട്ട് എന്താ പറയുക, ഭാര്യനെ സ്നേഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഭാര്യനെ പരിഗണിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. ഈ ഭാര്യ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ആ കുട്ടീൻ്റെ വീടും ഉമ്മാനും ഉപ്പാനും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു ഭർത്താവിൻ്റെ കൂടെ ആ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെതായിട്ടുള്ള പരിഗണനയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ആ പെണ്ണിനും അവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് പിന്നീട് അവരെ ഉമ്മയും ബാപ്പയും അവരെ വീടും ഈ വീടാണ് എന്നുള്ള ആ ഒരു ഇതിൽ പോകുമ്പോഴുള്ളൂ ആ കുട്ടിക്കും അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, പല ആൾക്കാരും ഒരു തെറ്റായ ധാരണയാണ് മരുമക്കൾ പിന്നെ മക്കൾക്ക് ഉമ്മാനെ നോക്കാൻ മക്കളാണ് വാപ്പാരെയും ഉമ്മാരെയും നോക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രായം വരെ നമ്മൾ മക്കളെ നോക്കണം. പിന്നെ അവരെ നമ്മൾ നിർബന്ധിക്കില്ല. നമ്മൾ അവർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കൾ നമ്മളെ നോക്കും. നമ്മളെ പിന്നെ വാപ്പാരിമാരെയൊക്കെ നോക്കിയിട്ട് ഒരു മാതൃക ഈ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നോക്കും. അത് നമ്മൾ പിടിച്ചു വാങ്ങേണ്ട ഒരു കാര്യമൊന്നുമല്ല. അപ്പം അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് കാണിച്ചു കൊടുക്കണം. നമ്മളെ പേരൻസിനോട് നമ്മൾ കാണിക്കേണ്ട കുറച്ച് മര്യാദകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക. കാരണം നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ നമുക്ക് തിരിച്ചു തരും. പിന്നെ അവരെ ലൈഫിൽ നമ്മൾ സമാധാനം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴേ അവളും നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഉമ്മാനെയും പാപ്പാനെയും നോക്കുക എന്നുള്ളത് മക്കളെ കടമയാണ്. അത് എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അന്വേഷിക്കാം. അതിനെക്കുറിച്ചിട്ടൊന്ന് ഒരു സ്റ്റഡി നടത്തുക. മക്കളെ കടമയാണ്. മരുമക്കൾക്ക് കടമയുണ്ട്. അതെങ്ങനെയാണ്? ഈ ഒരു പാർട്ട്ണറോടുള്ള കടമ. അത് ആണിനും പെണ്ണിനും, അല്ലാതെ പെണ്ണിന് മാത്രം ഭർത്താവിൻ്റെ അമ്മാനും ഉപ്പാനും നോക്കണം, ആണിന് ആ കടമയില്ല എന്നില്ല. ആണിനും പെണ്ണിനും, ഭാര്യൻ്റെ അമ്മാനോടും ഉപ്പാനോടും ഭർത്താവിനോട് കടമ, ഭർത്താവിൻ്റെ അമ്മാനോടും ഉപ്പാനോടും ഭാര്യയ്ക്കുണ്ട് കടമ. അപ്പം ഇത് നിർബന്ധം എങ്ങനെയാണ്? നമുക്ക് നമ്മളെ ഭർത്താവിനോടൊരു സ്നേഹവും ഭർത്താവ് എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കടമകളുണ്ട്. ആ കടമകളാണ്. അതല്ലാതെ ഇത് ഭാര്യൻ്റെ അതല്ലെങ്കിൽ മരുമക്കളെ ഉത്തരവാദിത്തമല്ല, മക്കളെ ഉത്തരവാദിത്തമാണ്. അപ്പം അതൊരിക്കലും അത് തലയിൽ കെട്ടിവെച്ച് ഇവരെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ ജോലി ചെയ്യാനുള്ളവരാണ്, അതല്ലെങ്കിൽ ഉമ്മാനും വാപ്പാനും നോക്കാനുള്ളതാണ്. ഒരു ഭാര്യൻ്റെ പരിഗണനയൊന്നും അല്ല അവിടെ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കേസുകൾ ഞാൻ എന്താ പറയുക, ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര ചീപ്പായി പോയല്ലോ എന്നുള്ളത് വരെ തോന്നലുണ്ട്. ഇവർ തമ്മിൽ സംസാരിക്കുന്നത്, മരുമകളും അമ്മായിമ്മയൊക്കെ നമ്മളെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അറിയുമ്പോൾ എന്താ പറയുക, തോന്നിയിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നുള്ളതല്ല, പക്ഷെ പറയണം എന്ന് തോന്നി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യണം എന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ആലോചിച്ച് തുടങ്ങുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിനും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, എല്ലാത്തിനും നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, പിന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണം, എങ്ങനെ ഒരു പിന്നെ അമ്മായിമ്മയും മരുമകളും ആണെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിലും ഒരു വീട്ടിൽ എങ്ങനെ കഴിയണം എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം
നമ്മൾ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് തോന്നുക. നമ്മൾ പഠിച്ചിട്ട് നമുക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ആ ഒരു അറിവും കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും ബെറ്റർ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരു പിന്നെ ക്യാമ്പയിനിങ് ആയിട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു പാക്കേജ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. റിയാലിറ്റി കൂടി നമ്മൾ എന്താ പറയുക, കളിയും ചിരിയും അതുപോലെ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ ഒരു രീതിയുണ്ട്. ക്ലാസ്സും കാര്യങ്ങളും എല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 2 ഡേ പ്രോഗ്രാം, ഒരു ടൂർ പാക്കേജ് പോലെ. അവിടെ എന്താണ് ഒരു ഫാമിലി, ആ ഫാമിലിയിൽ വരുന്ന ആളുകൾ ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും കൊണ്ടൊക്കെ ആവും, അതല്ലെങ്കിൽ ലൈഫ് എന്താ എന്ന് ഇതുവരെ എൻജോയ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പം അവരും മനസ്സിലാക്കും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും ബെറ്ററായിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ളത്, അതിനെക്കാട്ടിലും സുന്ദരാക്കാൻ പറ്റിയ വേറെ ഒന്നുമില്ല എന്നുള്ളത്. ഒരു പിന്നെ ലവറോ അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തു നിന്നൊന്നും കിട്ടുന്നതല്ല. അതൊക്കെ നമ്മൾ പേടിച്ചിട്ട് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്താവും എന്നൊരു പേടിയോട് കൂടിയിട്ടുള്ളൊരു സ്നേഹവും കാര്യങ്ങളാണ്. ഒരിക്കലും അതൊന്നും ശാശ്വതമല്ല. അതേ സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാക്കി മനസ്സിലാക്കി അത് പ്രണയിച്ച് തുടങ്ങിയാലുണ്ടല്ലോ, ഇത്രയും വലിയ സമാധാനം ഇതൊന്നും നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നമ്മൾ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട്, ഇതിൽ നിങ്ങളൊരു അഭിപ്രായങ്ങളും അറിയിക്കുക. എന്താണ് ഇതിനെ കുറിച്ചിട്ട്, ഇതിൻ്റെ ഒരു അറിവ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ, എന്താണ് ഒരു പിന്നെ വിവാഹ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളൊരു അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. പല സമുദായങ്ങളിലും കൊടുക്കുന്നുണ്ട്, പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പക്ഷേ പലതിലും അത് കിട്ടണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മളത് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മളെ സമൂഹം അത്രയും അധംപതിച്ച് പോവുകയാണ്. ഒരുപാട് നമുക്കറിയാം വിവാഹം കഴിഞ്ഞ ആളുകളാണെങ്കിലും തെറ്റിലേക്ക് പോവുകയാണ്. പല രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങണം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സംഭവത്തിനെ നമ്മൾ കൊണ്ടുവരണ്ടേ, അതിൻ്റെ സമയം അതിക്രമിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളടുത്ത് പറയും. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം, ഇതിനെ വിജയിപ്പിക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആരും ഇതാക്കി പറഞ്ഞതൊന്നുമല്ല. ഞാൻ പറയുമ്പം കുറേ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് എന്താണെന്നുള്ളത്. കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളെ അടുത്ത് വരുന്നൊരു അനുഭവങ്ങളുണ്ടല്ലോ, ആ അനുഭവങ്ങൾ വെച്ചിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവസരങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് പറയും. അപ്പോൾ എല്ലാവരുടെ പറയാനുള്ളത്, ഇതിനും ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. വിവാദങ്ങളൊക്കെ ആയിട്ട് വരും. പക്ഷേ ഞാൻ അതിനെന്ത് ചെയ്യും, അതിനെ ഒന്നും കൂടെ നമ്മൾ പഠിക്കും. കാരണം ഓരോ മനുഷ്യന്മാരുടെ മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും, അത്രേ ഉള്ളൂ. അപ്പം അതിനൊന്നും ഞാൻ പ്രതികരിക്കാതെ പോല. നിങ്ങളെ നല്ല നല്ല കമൻറ്റുകൾ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പറയാം. ഞാൻ ഇപ്പോൾ 2 ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പറും ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.